ജലസമൃദ്ധി എന്നെന്നും നിലനിന്നുകൊള്ളണമെന്നില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ലെന്ന തിരിച്ചറിവിൽ വരും തലമുറയ്ക്കായി മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഒരു നാട്ടുകാർ. വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി എന്ന പദ്ധതിയിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് കാട്ടാക്കടയിലെ ജനങ്ങൾ. വരൾച്ച അതിരൂക്ഷമാകുമ്പോൾ കാലം തെറ്റിയെത്തുന്ന മഴയെയും കരമനയാറിനെയും നെയ്യാറിനെയും പഴിക്കാൻ ഇനി ഇതിനു തീരത്തെ ഈ ജനങ്ങളില്ല. മഴക്കാലത്തെ ഓരോ തുള്ളിയും ഭൂമിക്കടിയിൽ സംഭരിച്ച് വരാനിരിക്കുന്ന കൊടും വേനലിനെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി എന്ന പദ്ധതിയിലൂടെ ഇവിടെ നടപ്പാക്കുന്നത്. ഇതിനായി കാട്ടാക്കട നിയോജക മണ്ഡലം MLA IB സതീഷിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചേർന്ന് ഒരു ബൃഹത് സർവേ തന്നെ നടത്തി. കഡസ്ട്രിയൽ മാപ്പ്, ഉപഗ്രഹ ചിത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്തെ ആദ്യ നീർത്തട മണ്ഡല രേഖയും അങ്ങനെ രൂപം കൊണ്ടു. 4 വർഷം കൊണ്ട് കാട്ടാക്കടയിലെ മുഴുവൻ ജലാശയങ്ങളും ജലസമൃദ്ധമാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മാതൃകാ ജലസംരക്ഷണത്തിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും ഹരിത മിഷന്റെ ഭാഗമായി കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ജലസംരക്ഷണം നടത്തുന്ന പഞ്ചായത്തിന് 10 ലക്ഷം രൂപ ഒന്നാം സമ്മാനം നൽകുമെന്നും ധനകാര്യമന്ത്രി തോമസ് ഐസക് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു. ഓരോ ജില്ലയിലും ഈ വേനൽക്കാലത്ത് നമ്മുടെ ഹരിത മിഷന്റെ ഭാഗമായി ജലസംഭരണത്തിന് വേണ്ടിയിട്ട് കയർ ഭൂവസ്ത്രം ഏറ്റവും മാതൃകാപരമായിട്ട് പ്രദർശിപ്പിക്കുന്ന പഞ്ചായത്തിന് 10 ലക്ഷം രൂപ ഓരോ ജില്ലയിലും. വൻകിട പദ്ധതികളും ബഹുനില കെട്ടിടങ്ങളും മാത്രം ലക്ഷ്യമിടുന്ന വികസനത്തിൽ ശുദ്ധവായുവും ശുദ്ധജലവുമാണ് പ്രധാന ഘടകമെന്ന് നാം മറക്കരുതെന്നും കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.